കരൂർ ദുരന്തത്തിൽ വിജയും ടി.വി.കെയും പ്രതിരോധത്തിൽ നിൽക്കെ മൗനം വെടിഞ്ഞ് വിജയ് എത്തുകയാണ്. ഒരു വീഡിയോ സന്ദേശം വിജയ് പുറത്തുവിടുകയാണ്. ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായി വിജയ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് അതിലൊരു പ്രതികരണം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങളും ഈ അപകടം വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്നുള്ള വിമർശനവുമൊക്കെ വിജയും ടി.വി.കെയും നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ വിജയ് ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മനസ്സിൽ തനിക്ക് വേദന മാത്രമാണുള്ളത്. ജനങ്ങൾ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തന്നെ കാണാൻ വന്നത്. ആ സ്നേഹത്തിന് താനെന്നും കടപ്പെട്ടിരിക്കുന്നു എന്നും വിജയ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യം കൂടി വിജയ് ഉയർത്തുന്നുണ്ട്. വൈകാതെ സത്യം പുറത്തുവരും എന്നുള്ളതാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുള്ള വീഡിയോയിൽ വിജയ് വിശദീകരിക്കുന്നത്. എല്ലാത്തിനും മുകളിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ കരൂരിൽ നടക്കാൻ പാടില്ലാത്ത നടന്നു. ആശുപത്രിയിൽ പോയാൽ കൂടുതൽ പ്രശ്നമുണ്ടാകുമായിരുന്നു, അതിനാലാണ് പോകാതിരുന്നത്. വലിയ വിമർശനം വിജയ്ക്കെതിരെ. ഇത്രയും 10-40 പേരുടെ ജീവൻ നഷ്ടമായ വലിയ ദുരന്തമുണ്ടായിട്ടും ആ അപകട സ്ഥലത്ത് നിന്ന് വിജയ് വീട്ടിലേക്ക് പോയി എന്നുള്ളത് വലിയ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. അതിലുള്ളൊരു വിശദീകരണം എന്നുള്ള നിലയിൽ കൂടി ചില കാര്യങ്ങൾ വിജയ് വിശദീകരിക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെടുന്നവരുടെ വേദനയ്ക്കൊന്നും പകരമാകില്ല എന്ന് തനിക്കറിയാം. വേദനയ്ക്ക് ഒപ്പം നിന്നവർക്ക് നന്ദി. എല്ലാം പുറത്തുവരും, എല്ലാ സത്യവും വെളിയിൽ വരും. CM സാർ DMK-ക്കുള്ള മറുപടി കൂടി, MK സ്റ്റാലിനുള്ള മറുപടി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റം എനിക്കുമേൽ വെച്ചോളൂ, പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുത് എന്നാണ് വിജയ് പറയുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഈ ദുരന്തത്തിന് ശേഷമുള്ള ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വിജയ് ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ വിജയ് ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയുണ്ട്, മുഖ്യമന്ത്രിക്കുള്ള മറുപടിയുണ്ട്. വിവരങ്ങൾ റഹീസ്. ശനിയാഴ്ച രാത്രി 11:30 കൂടി ഉണ്ടായ ഒരു അപകടമാണ്. അതിന് പിന്നാലെ ഇന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 3:40 ആകുന്നു. ഈ സമയത്തിനിടയിൽ ആദ്യമായിട്ടാണ് വിജയ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടക്കുന്നത്. അതായത് ഏതാണ്ട് 72 മണിക്കൂറൊക്കെയും ആകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതിനു ശേഷമാണ് വിജയ് ഒരു പ്രതികരണം നടത്തുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 2.5 ദിവസമെങ്കിലും എടുത്തുകൊണ്ട് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ വേദന പങ്കുവെക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇത്രയധികം സങ്കടപ്പെട്ട സാഹചര്യമില്ല എന്ന് വിജയ് പറയുകയാണ്. മനസ്സിൽ വേദന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് പറയേണ്ടത് എന്ന് തനിക്ക് കൃത്യമായി അറിയില്ല. ജനങ്ങൾ തന്നെ കാണാൻ വന്നത് തന്നോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് മാത്രമാണെന്ന് തനിക്ക് നന്നായി അറിയാം. ആ സ്നേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് വിജയ് പറയുകയാണ്. അതിനപ്പുറത്തേക്ക് എല്ലാത്തിനും മുകളിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്നാണ് താൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നത്. ഏത് പരിപാടി നടത്തുമ്പോഴും അത് രാഷ്ട്രീയമായി മേൽക്കൈ ലഭിക്കുന്ന ചില പോയിന്റുകൾ ഉണ്ടാകും. ആ പോയിന്റുകൾക്കപ്പുറത്തേക്ക് തന്നെ കാണാൻ എത്തുന്നവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു തരത്തിലും കോട്ടമുണ്ടാകരുത് എന്ന ആവശ്യമാണ് എപ്പോഴും മുന്നോട്ട് വയ്ക്കാറുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ കാണണം എന്ന് വിജയ് പറയുന്നുണ്ട്. അങ്ങനെയാണ് താൻ ആവശ്യപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് താൻ പോകാതിരുന്നത്. ഉറ്റവരെ നഷ്ടപ്പെടുന്നവരുടെ വേദനയ്ക്ക് താൻ പറയുന്ന ഒരു വാക്കും പകരമാകില്ല എന്ന് തനിക്കറിയാം. അപ്പോൾ എന്നാലും താൻ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു. വേദനയ്ക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി. പല രാഷ്ട്രീയ നേതാക്കളും ഈ വിജയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് എല്ലാവർക്കും നന്ദി എന്ന് പറയുന്ന വിജയ് അടുത്ത നിമിഷം അത് നേരത്തെ ടി.വി.കെ ആരോപിക്കുന്ന ഗൂഢാലോചന അതുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അതായത് എല്ലാ സത്യവും വെളിയിൽ വരും എന്ന് വിജയ് പറയുകയാണ്. എല്ലാ സത്യവും വെളിയിൽ വരും. എന്താണ് കരൂരിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ സത്യം അദ്ദേഹം അത് ദൈവത്തെ സാക്ഷി നിർത്തി തന്നെ പറയുന്നു. അത് പുറത്തു വരും എന്ന് വിജയ് പറയുകയാണ്. ഒപ്പം തന്നെ വിജയ് മുഖ്യമന്ത്രിയോട് പറയുന്നത് ഈ പലതരത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടി.വി.കെ അനുകൂലിച്ച് സംസാരിക്കുന്നവർ, DMK-യെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവർ, മറ്റ് ടി.വി.കെ നേതാക്കൾ, ഇതിന് അനുമതി തേടിയ 2 ടി.വി.കെ നേതാക്കൾ ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ അവരുൾപ്പെടെയുള്ളവരെ വേട്ടയാടരുത്. എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളിൽ ഇങ്ങനെ ഒരു വൈകാരിക പ്രതികരണം കൊണ്ട് പ്രതിരോധം തീർക്കാൻ വിജയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ സമ്പൂർണ്ണമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വിജയ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന്, ഇപ്പോഴിതാ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രതികരണം പോലും ആ പരാജയത്തിൻ്റെ തെളിവാണ്. അവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പോലീസ് ചൂണ്ടിക്കാണിച്ചു. മനഃപൂർവ്വം വൈകി എന്നുള്ള വിമർശനം, ഈ സ്ഥലത്തേക്ക് എത്താൻ മനഃപൂർവ്വം വൈകി എന്നുള്ള വിമർശനം നിലനിൽക്കുന്നു. അവിടെ രാവിലെ മുതൽ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകൾ അവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കുപ്പി വെള്ളം പോലും നൽകാൻ കഴിയാത്ത നിലയിലേക്ക് അതിൻ്റെ സംഘാടനം പരാജയപ്പെട്ടു പോയി എന്നുള്ള വിമർശനമുണ്ട്. അങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള വിമർശനങ്ങളുടെ ഒരു പറ്റം വിമർശനങ്ങൾ ടി.വി.കെക്കും വിജയ്ക്കുമെതിരെ നിൽക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു വൈകാരിക പ്രതികരണത്തിലൂടെ ടി.വി.കെക്കൊരു പ്രതിരോധം സാധ്യമാവില്ലല്ലോ റഹീസ്.
ഈ അത്തരത്തിലൊരു പ്രതിരോധത്തിനൊന്നും പഴുതു നൽകുന്ന പ്രതികരണമല്ല വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്ര നേരമായിട്ടും വിജയ് സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അത് വലിയ പ്രതിസന്ധിയാണ് TVKക്ക് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും വിജയ്ക്ക് അതിൽ സങ്കടമുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് വിജയ്ക്ക് ഒരു തരത്തിലും വിജയ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. 2 എക്സ് പോസ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എക്സ് പോസ്റ്റുകൾ കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം ഒഴിയുമോ, ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഒഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകുന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്താനാണ് വിജയ് ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഗൂഢാലോചനയൊക്കെ പറ്റി വലുതായി സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം അത്തരത്തിലൊരു രീതിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ അതിനപ്പുറം വിജയ് സംസാരിച്ചിട്ടില്ല, വിജയ് ആശുപത്രിയിൽ പോയിട്ടില്ല, പാർട്ടി പ്രവർത്തകർ ആശുപത്രിയിൽ പോയിട്ടില്ല. അതിനുശേഷം ഒരൊറ്റ പാർട്ടി നേതാവ് പോലും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണുകയോ അല്ലെങ്കിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കൂടിയാണ് വിജയുടെ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇനി മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയും വരാനുമുണ്ട്. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.